ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ശർക്കര വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല വിളഞ്ഞിട്ടുള്ള ഏത്തക്കായ വേണം എടുക്കാൻ. ഒരു 600 ഗ്രാം ഉണ്ട്. അതിലേക്കായിട്ട് 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കിൻ്റെ പൊടിയും ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും അതുപോലെ പഞ്ചസാര പൊടിച്ചതും 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നീട് ഇത് നൂൽപ്പരുവം ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ കായ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് നല്ല വിളഞ്ഞ ഏത്തക്കായ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വരയുള്ളിടത്തൂടെ ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വല്ലതും ഒന്ന് തടവി കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കൈ മൊത്തം കറയാവും. ഈ ബാക്കി വരുന്ന ഈ തോടെടുത്ത് വെച്ചിട്ട് മെഴുക്കുവരട്ടി അല്ലെങ്കിൽ തോരനൊക്കെ വയ്ക്കാൻ നല്ലതാണ്, പയറും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഈ 3 കായ ഞാനൊന്ന് തൊലിയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. തൊലി മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു 10 മിനിറ്റ്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലുള്ള നനവൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നല്ല ഏതെങ്കിലും തുണി വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് പകുതിയാക്കി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വലിപ്പം കൂടി പോവാതെ എന്നോട്ട് കനം കുറഞ്ഞിട്ടും അല്ല വേണ്ടത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കായെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കായയുടെ പീസ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കയ്യിലേക്ക് എണ്ണയൊക്കെ തെറിച്ച് വരും. അപ്പോൾ അതുമല്ല, നമ്മൾ ഇട്ട പാടെ ഒരുപാട് ചൂടിലേക്കാണെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം അങ്ങ് കളർ മാറും, ഉള്ളു നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കായെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കളർ മാറിയിട്ടുണ്ട്, ആയിട്ടില്ല. ഇതായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒടിഞ്ഞു വരുന്നില്ല, അതുകൊണ്ട് ഇതായിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഏത്തക്കായെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശർക്കര വരട്ടിക്ക് ഏത്തക്കായ വറക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പാടില്ല. ഇപ്പോൾ കായെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് നൂൽ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരയുടെ അടിയിലുള്ള മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു നൂൽപ്പരുവാക്കിയെടുക്കണം.
ഒരുപാട് തീ കൂട്ടിയിടരുത്, അങ്ങനെയാകുമ്പോൾ ശർക്കര കരിഞ്ഞു പോയിട്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതായിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പോൾ ഇതൊരു ഒട്ടുന്ന ഒരു പാകമായിട്ടേ ഉള്ളൂ. ഒരു നൂൽപ്പരുവാകുമ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാകുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് നൂൽപ്പരുവായിട്ടുണ്ട്. ഇതേപോലെ കപ്പിലൊഴിച്ചിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് സ്പൂണിലൂടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഓരോ ഡ്രോപ്പായിട്ട് വീഴുന്ന ആ സ്റ്റേജിലാണ് വേണ്ടത്. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വറ്റലിലേക്ക് നന്നായിട്ട് തന്നെ ശർക്കരപ്പാനി പിടിച്ച് കിട്ടണം. തീ ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്കുള്ള പൊടികളൊക്കെ കുറച്ച് ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ചുക്കുപൊടി, ഏലക്കാപ്പൊടിയും അതുപോലെ ജീരകപ്പൊടിയൊക്കെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും അതുപോലെ ചുക്കുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് അരിപ്പൊടി വേണ്ട, കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, നന്നായിട്ട് ചൂട് പോയിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ ശർക്കര വരട്ടിയുടെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ കിട്ടും. ഇത്രയും അരിപ്പൊടിയിൽ നിന്ന് ഞാൻ ഒരു സ്പൂണിൻ്റെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പഞ്ചസാരപ്പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് എടുക്കുന്ന ശർക്കരപ്പാനി ഒന്നും കൂടിപ്പോകാനും പാടില്ല. ഈ കായ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയെല്ലാം പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ചൂടുകൂടെ പോകാനുണ്ട്. അത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you.